ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒരു വലിയ ചർച്ചയാണ്. ഓഗസ്റ്റിൽ 2 ഗഡു പെൻഷൻ 4000 ഒരുമിച്ച് അക്കൗണ്ടിലെത്തും. പക്ഷേ ഈ 4000 ശരിക്കും കിട്ടുമോ? ആർക്കാണ് കിട്ടുക? ഈ 2 ഗഡു എന്ന് പറയുന്നത് എന്താണ്? പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വരുമോ? പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടി വരുമോ? ഇതിലും പ്രധാനമായി കഴിഞ്ഞ വർഷത്തെ ഓണം പെൻഷൻ വാർത്തയും 2026 ഇപ്പോഴത്തെ വാർത്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ന് ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിച്ച് 4000 എന്ന വാർത്ത യഥാർത്ഥ സത്യാവസ്ഥ ഈ വീഡിയോയിൽ അവസാനം വരെ വ്യക്തമായി പറയാം. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്നവർ മാത്രമല്ല, വീട്ടിൽ അച്ഛനോ അമ്മയോ പെൻഷൻ വാങ്ങുന്നവർ ഉണ്ടെങ്കിലും അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളെ, ആദ്യം ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഓഗസ്റ്റ് പെൻഷൻ 4000. ഈ വാർത്ത ഇപ്പോൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഓണം പ്രമാണിച്ച് 2 ഗഡു 4000 അക്കൗണ്ടിൽ പെൻഷൻ തീയതി പ്രഖ്യാപിച്ചു എന്നിങ്ങനെ പല തലക്കെട്ടുകളും നിങ്ങൾ കാണുന്നുണ്ടാകും. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു യൂട്യൂബ് തംബ്നെയിലിൽ ഔദ്യോഗിക സർക്കാർ ഉത്തരവല്ല. 2026 ഓഗസ്റ്റ് 15 വരെ ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റിൽ 2 ഗഡുവായി 4000 നൽകുമെന്ന് വ്യക്തമായി സ്ഥിരീകരിക്കുന്ന പുതിയ ഔദ്യോഗിക ഉത്തരവ് നമുക്ക് കാണാനായിട്ടില്ല. അതുകൊണ്ട് 4000 ഉറപ്പായും അക്കൗണ്ടിലെത്തുമെന്ന് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. പക്ഷേ കഥ ഇതോടെ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം 4000 എന്ന കണക്ക് എവിടെ നിന്നാണ് വന്നത്? അതാണ് ഇനി നോക്കേണ്ടത്. ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക 2000 ആണെന്ന് കരുതുക. 2 മാസത്തെ തുക 2000 + 2000 4000. അതുകൊണ്ടാണ് 2 മാസത്തെ ഗഡു ഒരുമിച്ച് നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ 4000 എന്ന തുക വരുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേ 2 മാസത്തെ തുക ഒരുമിച്ച് നൽകുന്നു എന്നത് വേറെ കാര്യമാണ്. അത് 2026 ഓഗസ്റ്റിൽ എല്ലാവർക്കും നൽകുമെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇവിടെയാണ് പല യൂട്യൂബ് വീഡിയോകളും കാഴ്ചക്കാരെ കുഴക്കുന്നത്. ഒരു വർഷത്തെ വാർത്ത, മറ്റൊരു വർഷത്തെ വാർത്ത, പഴയ സർക്കാർ പ്രഖ്യാപനം, പുതിയ മാസത്തെ പെൻഷൻ എല്ലാം ഒരുമിച്ച് തംബ്നെയിലിൽ വരുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ പഴയതും പുതിയതും വേർതിരിച്ചാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2025 ഓണത്തോടനുബന്ധിച്ച് കേരള സർക്കാർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 3200 വീതം നൽകുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായത് 2025 3200 വാർത്തയെ 2026 4000 വാർത്തയുമായി കൂട്ടിക്കുഴക്കരുത്. ഇപ്പോൾ 2026 ആളുകൾ അന്വേഷിക്കുന്നത് ഈ വർഷവും 2 ഗഡു ഉണ്ടാകുമോ എന്നതാണ്. അതുണ്ടെങ്കിൽ ഔദ്യോഗിക ഉത്തരവാണ് അന്തിമ തെളിവ്. അതുകൊണ്ട് നമുക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, യൂട്യൂബ് ഹെഡ്ലൈൻ മാത്രം നോക്കി ബാങ്കിൽ 4000 വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. സർക്കാർ ഉത്തരവ് വരുന്നതുവരെ അതൊരു സാധ്യത, പ്രചരിക്കുന്ന അവകാശം എന്ന നിലയിൽ മാത്രം കാണുക. ഇനി ഏറ്റവും കൂടുതൽ പേർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, പെൻഷൻ കിട്ടാൻ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കണമോ? അതിന് ഒരു സ്ട്രെയിറ്റ് ആൻസർ: ഏറ്റവും പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്ന പൊതുവായ നിർദ്ദേശം നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. നിങ്ങളുടെ പെൻഷൻ ഇപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ആദ്യം നോക്കണം. ബാങ്ക് അക്കൗണ്ട് വഴിയാണോ അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനത്തിലൂടെയാണോ? അങ്ങനെ പെൻഷൻ റെക്കോർഡിൽ ബാങ്ക് വിവരങ്ങൾ ശരിയാണോ? ഇവയാണ് പ്രധാനപ്പെട്ടത്. കേരളത്തിലെ ഔദ്യോഗിക ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെൽഫെയർ പെൻഷൻ സംവിധാനത്തിൽ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങളും പെൻഷൻ സെർച്ച് സംവിധാനവും ലഭ്യമാണ്. അതുകൊണ്ട് പുതിയ അക്കൗണ്ട് എടുക്കണമെന്ന് ആരെങ്കിലും വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഉടൻ അക്കൗണ്ട് തുറക്കരുത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. പെൻഷൻ അപ്ഡേറ്റ് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം, OTP പറയണം, 4000 ലഭിക്കാൻ വെരിഫിക്കേഷൻ വേണം. ഇങ്ങനെ ആരെങ്കിലും ഫോൺ ചെയ്താൽ OTP പറയരുത്, ATM പിൻ പറയരുത്, ബാങ്ക് പാസ്വേഡ് പറയരുത്, UPI പിൻ പറയരുത്, അൺലോക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്. പെൻഷൻ കിട്ടാൻ വേണ്ടി ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെട്ടാൽ വളരെ സൂക്ഷിക്കുക. സർക്കാർ ആനുകൂല്യത്തിൻ്റെ പേരിൽ വരുന്ന വ്യാജ സന്ദേശങ്ങൾ പലപ്പോഴും മുതിർന്നവരെയാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ വീട്ടിലെ മുതിർന്നവർക്കും ഷെയർ ചെയ്യുക. ഇനി വലിയ ചോദ്യം, ഓഗസ്റ്റ് പെൻഷൻ ഏത് തീയതിയിൽ വരും? ഇവിടെയും ഒരു കാര്യം ഓർക്കണം. സർക്കാർ പെൻഷൻ അനുവദിക്കുന്ന തീയതിയും ഓരോ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആകുന്ന സമയവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ബാങ്ക് പ്രോസസ്സിംഗ്, പേയ്മെൻറ്റ് ബാച്ച്, പെൻഷൻ ഡെലിവറി മോഡ് ഇവയെല്ലാം ബാധിക്കും. അതുകൊണ്ട് ഇന്ന് 10 മണിക്ക് എല്ലാവരുടെയും അക്കൗണ്ടിൽ 4000 എന്ന തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജ് വിശ്വസിക്കരുത്. ഔദ്യോഗിക ഉത്തരവിൽ പറയുന്ന തീയതിയാണ് പ്രധാനപ്പെട്ടത്. ഇത്തരത്തിലുള്ള പെൻഷൻ വാർത്തകൾ, സർക്കാർ ആനുകൂല്യങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങളോടെ അറിയാൻ PPP വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. 4000 വന്നാൽ അറിയിക്കണമെന്ന് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അടുത്ത അപ്ഡേറ്റിൽ ശ്രദ്ധ നൽകാം. ഞാൻ വീണ്ടും വരാം ഒരു പുതിയ സർക്കാർ ഉത്തരവുമായി. PPP വാർത്താ ചാനൽ, വാർത്ത അറിയാം, ശരിയായ വാർത്ത അറിയാം. നന്ദി, നമസ്കാരം.